ഹായ് ഗൈസ്. സോ ഇവിടെ മുമ്പത്തെ വീഡിയോയിൽ 2 മിസ്റ്റേക്ക് ഞാൻ ചെയ്തു വെച്ചിരുന്നു, അത് ഞാൻ കറക്റ്റ് ചെയ്യാം. സോ ഫസ്റ്റ് ഇത് കമൻറ്റ് ഔട്ട് ചെയ്യുക, കാരണം ഓൾറെഡി നമ്മളിവിടെ കോൾ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ 2 ആവും. സോ ആവശ്യമില്ല. സോ അതുകൊണ്ട് നമ്മളിത് കമൻറ്റ് ഔട്ട് ചെയ്തു. പിന്നെ ഇവിടെ നമ്മൾ ദിസ് ഡോട്ട് കാർട്ടർ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, കാരണം ദിസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കറണ്ട് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഇത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദിസ് യൂസ് ചെയ്തത്. സോ ഇവിടെ ഒരു കറക്ഷനും കൂടി ഉണ്ടായിരുന്നു. സോ അതും കൂടി നമ്മളോട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ക്ലാസ്സസിന് ഒരു ഫസ്റ്റ് ലുക്കായി നമ്മൾ കണ്ടു. നമ്മുടെ കോഡിൽ ക്ലാസ്സസ് യൂസ് ചെയ്ത് ലോജിക്സ് ഡിഫറെൻറ്റ് പാർട്സായി സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ക്ലാസ്സസിന് എല്ലായിടത്തും ഒരേ രീതിയിൽ യൂസ് ചെയ്യുന്നുമില്ല എന്ന് നമ്മളിവിടെ ശ്രദ്ധിക്കണം. ചില ക്ലാസ്സിന് നമ്മൾ ന്യൂ കീവേഡ് ഉപയോഗിച്ച് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രൊഡക്റ്റ് ഐറ്റം, ഷോപ്പിംഗ് കാർട്ട്, ഷോപ്പ് എന്നിവ എല്ലാം തന്നെ അങ്ങനെ യൂസ് ചെയ്യുന്നത്. പക്ഷേ ആപ്പ് ക്ലാസ്സിനെ നമ്മൾ വേറൊരു രീതിയിലാണ് യൂസ് ചെയ്യുന്നത്. അതായത് സ്റ്റാറ്റിക് പ്രോപ്പർട്ടീസ്, സ്റ്റാറ്റിക് മെത്തേഡ്സ് യൂസ് ചെയ്ത് മറ്റ് ക്ലാസ്സസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഗ്ലൂ ലെയർ പോലെയാണ് അത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ സ്റ്റാറ്റിക് മെത്തേഡ്സ്, സ്റ്റാറ്റിക് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് പാറ്റേൺ ആണ്. ഷെയർഡ് ഫങ്ഷനാലിറ്റി വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ആപ്പിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് തമ്മിൽ ഡാറ്റ ഷെയർ ചെയ്യേണ്ടി വരുമ്പോൾ സ്റ്റാറ്റിക് മെമ്പേഴ്സ് നല്ല ഒരു ഓപ്ഷനാണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഒരു എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആപ്പ് ക്ലാസ് ഒരു കമ്മ്യൂണിക്കേഷൻ ഇൻ്റർഫേസ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. പ്രൊഡക്റ്റ് ഐറ്റം നിന്ന് കാർട്ടിലേക്ക് ഡാറ്റ അയക്കുമ്പോൾ ഡയറക്റ്റ് റെഫറൻസ് എല്ലായിടത്തും പാസ് ചെയ്യാതെ app.add product to cart എന്ന മെത്തേഡ് കോൾ ചെയ്താൽ മതി. സോ ഇത് ക്ലാസ്സസിനെ യൂസ് ചെയ്യുന്ന ഒരേ ഒരു രീതിയല്ല, ബട്ട് ഒരു യൂസ്ഫുൾ കേസാണെന്ന് നമുക്കത് പറയാൻ പറ്റും. ഇപ്പോൾ ഒരു സ്റ്റെപ്പ് ബാക്ക് എടുത്ത് ക്ലാസ്സസും ഒബ്ജക്ട്സും തമ്മിലുള്ള റിലേഷൻ കൂടി നമുക്ക് ഗോ ത്രൂ ചെയ്യാം. നിങ്ങളിവിടെ ബേസിക്കലി ന്യൂ ഷോപ്പ് എന്ന് എഴുതുമ്പോൾ എന്താണ് ആക്ച്വലി കിട്ടുന്നത്? ആൻസർ ഒരു റെഗുലർ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് തന്നെയാണ് കിട്ടുന്നത്. മോർ പ്രിസൈസ്ലി പറഞ്ഞാൽ ആ ഒബ്ജക്റ്റിൻ്റെ റെഫറൻസ് ആണ് വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നത്. അതായത് കോൺസ്റ്റ് ഷോപ്പ് ഈക്വൽ ടു ന്യൂ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഷോപ്പ് എന്ന് ഒരുപാട് സ്പെഷ്യൽ ആയൊരു വേറെ ടൈപ്പ് അല്ല. ബേസിക്കലി ഇത് ഒരു നോർമൽ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് തന്നെയാണ്. ക്ലാസ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റ് എന്നത് ഇന്നത്തെ ഡിഫറൻസ് ബേസിക്കുള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റ് ആണ്. ക്ലാസ്സസ് ഇൻ്റർഫേസുകളും ഒബ്ജക്റ്റ് ലിറ്ററൻസും ഒടുവിൽ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്ട്സ് തന്നെയാണ്. അതുകൊണ്ട് നോർമൽ ഒബ്ജക്റ്റിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ പല കാര്യങ്ങളും ക്ലാസ് ഇൻ്റർഫേസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എക്സാമ്പിളിന് ഡീസ്ട്രക്ചർ ചെയ്യാം, പ്രോപ്പർട്ടീസ് ആക്സസ് ചെയ്യാം, മെത്തേഡ് കോൾ ചെയ്യാം. സോ ക്ലാസ് ബേസ്ഡ് ഒബ്ജക്ട്സ് എന്നത് അത്ര ജാവാസ്ക്രിപ്റ്റ് വേർഡിൽ നിന്ന് വേറിട്ടതൊന്നുമല്ല. ഇറ്റ് സ്റ്റിൽ നോർമൽ ഒബ്ജക്റ്റ് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും. ജസ്റ്റ് ക്രിയേറ്റഡ് ത്രൂ ക്ലാസ് ബ്ലൂ പ്രിൻ്റ് വഴി നമ്മൾ എടുത്തതെന്ന് മാത്രം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ കാണിക്കാം. ബേസിക്കലി ഇവിടെ എഴുതി വയ്ക്കാം, നമ്മളിവിടെ എഴുതി. ഓക്കെ, എന്നിട്ട് ബേസിക്കലി നമുക്ക് വേണമെങ്കിൽ എന്ന് വെച്ചാൽ ന്യൂ കീവേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് കാർട്ട് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. വേണമെങ്കിൽ കോൺസ്റ്റ് കാർട്ട് ഈക്വൽ ടു ഷോപ്പ് എന്ന് പറഞ്ഞ് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇത് ബേസിക്കലി നോർമൽ ഒബ്ജക്റ്റ് തന്നെയാണ്. ഈവൻ ക്ലാസ് വഴി ക്രിയേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ആണെങ്കിലും സെയിം ഒബ്ജക്റ്റ് തന്നെയാണ് ജാവാസ്ക്രിപ്റ്റിൽ. സോ ബാക്കിയുള്ള ഈ റീസ്ട്രക്ചറിങ് എല്ലാം തന്നെ വർക്കൗട്ട് ചെയ്യും ഇതിൽ. ഓക്കെ, ഇത് കാണിക്കാൻ വേണ്ടി ഇതിൽ മാത്രം ഇങ്ങനെ. സോ ഇപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, ക്ലാസ് വന്നതോടെ ഒബ്ജക്റ്റ് ലെറ്റർ നൊട്ടേഷൻ ആബ്സല്യൂട്ട് ആയോ എന്നുള്ളത്. ആൻസർ ഞാൻ പറയുമെങ്കിൽ ഇല്ലയെന്നേ പറയുള്ളൂ. ഒരിക്കലും ആബ്സല്യൂട്ട് ആയിട്ടില്ല. ഒബ്ജക്റ്റ് ലെറ്റർ നൊട്ടേഷൻ ഇപ്പോഴും വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾക്ക് കുറച്ച് ഡാറ്റ വാല്യൂസ് ഒരു ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് ചെയ്ത് ഒരു സ്പെസിഫിക് പ്ലേസിൽ മാത്രം യൂസ് ചെയ്യാനല്ലെങ്കിൽ, അതും ആ സ്ട്രക്ചർ വീണ്ടും റീക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് ലെറ്റർ പെർഫെക്റ്റ് ആണ്. അത് ക്വിക്കാണ്, ഈസിയാണ്. എക്സ്ട്രാ സെറ്റപ്പ് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചില കേസിൽ പെർഫോമൻസ് പോയിന്റ് ഓഫ് വ്യൂവിലും ചെറിയ അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടാം, എസ്പെഷ്യലി വെരി സിമ്പിൾ വൺ ഓഫ് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുമ്പോഴൊക്കെ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് കീ വാല്യൂ കൊടുക്കില്ലേ, നെയിം സച്ചിൻ ഏജ് 30 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കുമ്പോൾ ബേസിക്കലി അതൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. പിന്നെ എവിടെയാണ് നമ്മൾ ക്ലാസ് യൂസ് ചെയ്യുന്നുള്ളത്? സോ അതിനോടൊപ്പം ക്ലാസ്സസിനും സ്വന്തം പ്ലേസ് ഉണ്ട്. നിങ്ങൾക്ക് സെയിം ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റ് വീണ്ടും റീക്രിയേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ അവയ്ക്ക് സെയിം സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. കൂടാതെ സെയിം അറ്റാച്ച്ഡ് ലോജിക് അല്ലെങ്കിൽ മെത്തേഡ്സ് കൂടിയും വേണം. അങ്ങനെയാണെങ്കിൽ ക്ലാസ്സസ് വളരെ നല്ല ചോയ്സാണ്. ഇനീഷ്യലായി ക്ലാസ് ഡെഫിനിഷൻ എഴുതാൻ കുറച്ച് ഓവർഹെഡ് ഉണ്ടാകും. പക്ഷേ വൺസ് കോഡൊക്കെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ കൺസിസ്റ്റൻറ്റ് സ്ട്രക്ചർ, റീയൂസബിളും ലോജിക്കൊക്കെ ഉള്ള ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ ഈസി ആകും. സോ റീയൂസ് സ്ട്രക്ചർ, കൺസിസ്റ്റൻസി, അറ്റാച്ച്ഡ് ബിഹേവിയർ ഇവയൊക്കെ വേണമെങ്കിൽ ക്ലാസ്സസ് ആണ് യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളത്. ഓക്കെ, നമ്മുടെ ഈ ഷോപ്പിംഗ് ഡെമോയിൽ അപ്ലിക്കേഷൻസ് ക്ലാസ് യൂസ് ചെയ്യുന്നത് വളരെ മീനിങ് ആണ്. കാരണം ഇവിടെ കോഡ് ക്ലിയറായി സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്ക് പ്രൊഡക്റ്റിനുള്ള ലോജിക്ക് വേറെ വേണം, സിംഗിൾ പ്രൊഡക്റ്റ് യുഐന് വേറെ വേണം, പ്രൊഡക്റ്റ് ലിസ്റ്റിന് വേറെ
ഷോപ്പിംഗ് കാർട്ടിന് വേറെ, ഓവറോൾ ഷോപ്പിംഗ് ഓർക്കസ്ട്രേഷന് വേറെ, ഇവയെല്ലാം സെപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി ആണ്. അതുപോലെ തന്നെ ഈ ലോജിക്കുകളിൽ പലതും റീയൂസ് ചെയ്യപ്പെടുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എവരി പ്രൊഡക്റ്റ് ഐറ്റം സെയിം റെൻഡറിങ് പാറ്റേൺ ഫ്ലോ ചെയ്യുന്നു. എവരി പ്രൊഡക്റ്റ് ഐറ്റം സെയിം ഒബ്ജക്റ്റ് സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നു. സോ ഇവിടെ ക്ലാസ്സസ് യൂസ് ചെയ്യുന്നത് നാച്ചുറലാണ്, മെയിൻറ്റെയിനബിൾ ആണ്, സ്കെയിലബിൾ ആണ്. അതിനാലാണ് ഈ ആപ്ലിക്കേഷനിൽ ക്ലാസ്സസ് യൂസ് ചെയ്യുന്നത് വളരെ യൂസ്ഫുള്ളാണ്. ഓക്കെ, സോ ഓവറോൾ സമ്മറി പറഞ്ഞാൽ ക്ലാസ്സസും ഒബ്ജക്റ്റ് ലിറ്ററലും രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് അബ്സല്യൂട്ട് ആയതുകൊണ്ട് മറ്റേത് വേണമെന്നല്ല, അങ്ങനെയില്ല. രണ്ടും ജാവാസ്ക്രിപ്റ്റിൽ തങ്ങളുടെ സ്വന്തം പ്ലേസ് ഉള്ള ടൂൾസാണ്. ഡാറ്റ ക്വിക്കായി ഗ്രൂപ്പ് ചെയ്യാനും ഒബ്ജക്റ്റ് ലിറ്ററൽ യൂസ് ചെയ്യാം. ബേസിക്കലി റീയൂസബിൾ സ്ട്രക്ചർ, ഷെയർഡ് ലോജിക്ക് വേണമെങ്കിൽ ക്ലാസ്സസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എക്സ്പീരിയൻസ് കൂടും തോറും ഏത് സ്ഥലത്ത് ഏത് അപ്രോച്ച് യൂസ് ചെയ്യുന്നത് നാച്ചുറലി നിങ്ങൾക്ക് മനസ്സിലാകും. ഈ എക്സാമ്പിൾ ക്ലാസ്സസ് പെർഫെക്റ്റ്ലി ഫിറ്റ് ആണ്, കാരണം അത് നമ്മുടെ കോഡ് ക്ലീൻ ആക്കി വയ്ക്കും, ലോജിക് പ്രോപ്പർ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. സോ ഇന്നത്തെ ഒരു തിയറി ക്ലാസ് ആയിരുന്നു. ഞാൻ എന്തുകൊണ്ടാണ് ക്ലാസ്സസും യൂസ് ചെയ്യാനുള്ള കാരണം, ഒബ്ജക്റ്റ് ഡിഫറൻസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത്. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് ഞാൻ റാപ്പപ്പ് ചെയ്യുകയാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്സ് എ ലോട്ട്, ബൈ.